ഇങ്ങനെ കുത്തി ഒലിച്ചോണാട്ട വെള്ളം വരുന്നത്. അതല്ല, കാറൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് മാറ്റി ഇടാട്ട. അനീൻ്റെ വീട്ടിലേക്ക് മാറ്റിയിടണം. അവിടെ ഇത്തിരി ഹൈറ്റ് ഉണ്ടേ. അയ്യോ ഷായിട്ട് നമ്മുടെ ചെടിച്ചട്ടിയാ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ. അയ്യോട്ടാ, നമുക്കുണ്ടല്ലോ ഇന്ന് രാവിലെ പെയ്ത മഴയാട്ടാ. മഴ എന്ന് പറഞ്ഞാൽ പോലെ ഭയങ്കര ശക്തിയായിട്ടുള്ള മഴയാണ്. ഈ ഒരു വർഷം നമുക്ക് കുറേ മഴ പെയ്തിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഇതേപോലെ ഒരു മഴ നമുക്ക് പെയ്തിട്ടില്ല. കാരണം ഇതുവരെ നമുക്ക് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം കയറാറില്ല. ഇപ്പൊ ഈ വട്ടത്തെ മഴയൊക്കെ നോക്കി നമുക്ക് ഇങ്ങോട്ട് വെള്ളം കയറി തുടങ്ങിയിട്ടാ. ഇതേപോലെ കുത്തിയൊലിച്ച പോലെയായിട്ട് വെള്ളം വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വേഗം തോട് നിറയുകയും ചെയ്യും. ഒപ്പം നമുക്ക് അതനുസരിച്ച് നമ്മുടെ പറമ്പിലേക്ക് വെള്ളം കയറുകയും ചെയ്യും. നമ്മുടെ ഇവിടേക്ക് നോക്കിയോ, ഒപ്പത്തിനായി. ഇതും ഇട്ടായാലും നോക്കി ഇങ്ങനെ വരും ഇവിടെ. ഈ മഴ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം കയറാനുള്ള എല്ലാ സാധ്യത ഉണ്ട് കേട്ടോ. ഈ വർഷം നമ്മൾ ശരിക്കും മഴയാണ് ഞാൻ പേടിച്ചിരുന്നേ ഇല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ വീഡിയോയില്. പക്ഷെ ഈ വട്ടം അങ്ങനെയല്ല. ഈ വട്ടം ഇച്ചിരി പേടി തോന്നുന്നുണ്ട് ഇങ്ങനെ മഴ പെയ്യുകയാണെങ്കിൽ. അല്ല, ഒപ്പത്തിനായി വെള്ളം നമ്മുടെ കണ്ടോ, ഈ ഒരു ടൈലും കണ്ടോ, ഇങ്ങോട്ട് വെള്ളം ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ ഈ മുറ്റത്തേക്ക് ഇതാ വെള്ളം കയറി തുടങ്ങിയിട്ടാ. ഇതേപോലെ തന്നെയാണ് ബാക്കിൽ. നമുക്ക് ഞാൻ അവിടെയും കാണിച്ചു തരാം കേട്ടാ. നോക്കി ബാക്കിൽ കണ്ട നമ്മുടെ ടൈലുമൊക്കെ വെള്ളം കെട്ടിക്കാണ്. അതായത് ഈ ടൈലുമ വെള്ളം കെട്ടി നിൽക്കണം. അതേപോലെ തന്നെയാണ് പറമ്പിലും മൊക്കി നിറച്ച് വെള്ളം കെട്ടിക്കാണ്. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളും അയച്ചു വിട്ടിട്ടില്ല. എന്തായാലും അയച്ചൊക്കെ വിടണം അവരെ. അപ്പോൾ പറമ്പിലൊക്കെ ഒന്ന് ഞാൻ പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് വിഷമം തോന്നിട്ട് അതേപോലെ ആയിരിക്കും. നിറച്ച് വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കുകയാണ്. പറമ്പിൽ നിറച്ച് വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലം പോലും വെള്ളമില്ലാതെ നിൽക്കണില്ല. അതേപോലെ ആട്ടാ അങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ ചെണ്ടുമണിയുടെ കടക്കിലേക്ക് കുറച്ച് മണ്ണിട്ടാൽ കാരണം അത് ആ ഒരു ചെറിയൊരു കടഭാഗത്ത് വെള്ളം നിൽക്കണില്ല എന്ന് തോന്നില്ല. അതേപോലെ അതും നിൽക്കണുണ്ടെന്ന് തന്നെ പറയാം. അതേപോലെ നിറച്ച് വെള്ളം നമുക്ക് പറമ്പിലേക്ക് നോക്കുമ്പോഴേ ഒരു ലക്ഷ്യമില്ലാത്ത പോലെ തോന്നി എനിക്ക്. ഇതെന്തെങ്ങനെ വെള്ളം നിന്നാലത്തെ ആ ഒരു ഇത്. കാരണം എനിക്ക് ഈ വട്ടം നല്ല ധൈര്യം ഉണ്ടായിരുന്നു. ഈ വട്ടം നമുക്ക് അങ്ങനെ വെള്ളമൊന്നും കയറില്ല. കാരണം മഴ പെയ്യോ കുറച്ച് എന്തെങ്കിലും പോയിരുന്നല്ലോ. പക്ഷെ ഇത് ശരിക്കും ഞാൻ പേടിച്ചു. അതല്ല, പോവാ നമുക്ക്. പോവാ. വെള്ളം ഇങ്ങനെ കൂടി കൂടി വരാട്ടോ. നോക്കിയാൽ കാറൊക്കെ എടുക്കുമ്പോൾ വേണ്ട, കാറിൻ്റെ ഏതാണ്ട് പകുതിയോളം വെള്ളത്തിൽ മുട്ടിയോണായി തുടങ്ങി.
നമ്മുടെ കാർപ്പുറത്ത് നോക്കി പിടിക്കുക വെള്ളം തുടങ്ങി. എന്താ ഇങ്ങോട്ട് വരെ വെള്ളം കയ്യിൽ തുടങ്ങി. വെള്ളം കയറാവോ അകത്തേക്ക്? നമുക്ക് ഇവിടെ വരെ വെള്ളം വന്നിട്ടുള്ള സമയം ഉണ്ടായിട്ടുണ്ടേ. അത് കാരണം മഴയുടെ ശക്തി കൂടുമ്പോൾ പേടിയാ വെള്ളം വരെ കയറോ എന്നുള്ളത്. ഇത്രയും കാർപ്പുറത്തേക്ക് ഇടച്ചു തുടങ്ങിയല്ലോ. ഓരോ സമയം കഴിയുന്തോറും വെള്ളം ഇങ്ങനെ കൂടി വരാട്ടാ. കാരണം മഴ നിൽക്കണില്ല. മഴ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെയും കുറവ് വരും. അപ്പോൾ ഇപ്പോൾ എന്തിട്ടാണെങ്കിൽ നമ്മുടെ വീടൊക്കെ ഇത്തിരി താന്നിട്ടാണ് കിടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ ചുറ്റും വെള്ളം ഇതേപോലെ ആയി തുടങ്ങി. ഒരു ദ്വീപിൻ്റെ ഉള്ളിൽ നമ്മുടെ വീട് നിൽക്കണ പോലെ ആയി തുടങ്ങി. നമ്മുടെ വീടിൻ്റെ ആകെ വീടിൻ്റെ ചുറ്റും വെള്ളം അങ്ങനെയായിട്ട് ഇപ്പോൾ വെള്ളമായി തുടങ്ങി. കിട്ടുന്നില്ല. അവിടേക്കാവാണേ അല്ലേ ആകെ അറിയാണ്. നോക്കി നമ്മുടെ കാർപ്പുറത്തിലൊക്കെ ഇതേ വെള്ളം കയറിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് വെള്ളം കയറി തുടങ്ങി. അങ്ങടാണ് കൂടുതലും വെള്ളം കയറുന്നത്. ഫ്രണ്ടിലേക്കാണ് കയറുന്നത് കൂടുതൽ. പെട്ടെന്നായി നോക്കി വെള്ളം. കണ്ടോ? ഇനി നമ്മൾ എന്താ പറയുക, കുറേ കൂടി നോക്കിയെന്നുണ്ടെങ്കിൽ കാറ് ചിലപ്പോൾ കാർപ്പുറത്തിന് ഇറക്കാൻ ബുദ്ധിമുട്ട് വരും. കാരണം നമ്മുടെ വീട്ടിലേക്ക് തന്നെ വെള്ളം കയറി തുടങ്ങി. അപ്പോൾ കാറ് നമ്മൾ ഏറ്റവും താഴെ അനിയൻ്റെ വീട്ടിലേക്കായിട്ട് മാറ്റിയിട്ടാണ് കേട്ടോ. അവിടെ ഇത്തിരി ഹൈറ്റ് കൂടിയതാണ്. അപ്പോൾ അങ്ങനെ കയറില്ല വെള്ളം. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഹാളിൽ സ്റ്റെയർ കേസിൻ്റെ അവിടേക്ക് വെള്ളം വന്നാൽ മാത്രമാണ് ഇപ്പോൾ ഏറ്റവും താഴെ അനിയൻ്റെ മുറ്റത്തേക്ക് തന്നെ വെള്ളം വരിക. അപ്പോൾ അത്രയും ഹൈറ്റ് വ്യത്യാസം ഉണ്ടേ. അപ്പോൾ നമുക്ക് കാറ് അങ്ങോട്ട് കയറ്റിട്ട് പോവാണ് ഷൈഡ്. അയ്യോ ഷായിട്ട് നമ്മുടെ ചെടിച്ചട്ടിയാ. അയ്യോ അത് ഒളിച്ചു പോയത് ഞാൻ കണ്ടില്ല. അതെങ്ങനെ അവിടെ എത്തിയേ? അയ്യോ എൻ്റെ ഒരു ചെടിച്ചട്ടി ഒളിച്ചു പോയത്. അതിനുള്ളിൽ വെച്ച ഷായിട്ടാ. അതിനുള്ളില്ലേ അതന്നെ. അത് ഞാൻ പുറത്താ വെച്ചിട്ടുണ്ടായിരുന്നേ. എന്തൊരു വേഗമല്ല വെള്ളം കയറുന്നേ. ഇനി നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ കാര്യം, കോഴികളുടെ കാര്യമൊക്കെ നോക്കട്ടെ കേട്ടോ ഞാൻ. ഇവർക്ക് എൻ്റെ പിന്നാലെ കിടന്ന് നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗുസ്തി കൂടിയിരിക്കുന്നത്.
ഞാൻ ഈ മഴയെ കാരണം എൻ്റെ അടുത്തേക്ക് അടുപ്പിക്കണ്ടെന്ന് വെച്ചിരിക്കുക. പക്ഷെ ഇവർ സമ്മതിക്കണില്ല കേട്ടാ. അല്ല കുറെ പണിക്കൂട്ട് തീർക്കാവോ നോക്കി. അവർക്കൊരു മഴയൊന്നും ഒരു പ്രശ്നമല്ല. എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കാട്ടെ. അപ്പം ഞാൻ ആ മീനുകൾക്ക് തീറ്റിട്ട് കൊടുക്കാനാണ് പോണത്. അപ്പോഴും നോക്കി എൻ്റെ പിന്നാലെ വരികയാണ് അവര്. ഇനി ഞാനുണ്ടല്ലോ അതാ കോഴികൾക്ക് തവിടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള ഗുസ്തി നോക്കി അവരുടെ. നോക്കിയേ കൊടയുടെ കാലൊടിച്ചു. എല്ലാവരും കൂടെ കൊടയുടെ മുകളിലേക്ക് കയറിയപ്പോഴേ കണ്ട ഇതേപോലെയാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റും വെള്ളം ഇങ്ങനെ വെച്ചാട്ടാ. മഴയ്ക്ക് ഒരു കുറവില്ല കേട്ടാ. നല്ല ശക്തിയായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാൻ പുറത്ത് അടുപ്പിലൊന്നും തീ കത്തിച്ചില്ല. ഭക്ഷണമൊക്കെ വയ്ക്കുന്ന നേരം വൈകി. കാരണം രാവിലെ കാലത്ത് തുടങ്ങിയ മഴയാണ്. നല്ല പുലർച്ചെ മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മഴ കണ്ടപ്പോഴേ തോന്നിയിട്ടാണ് ഇന്നത്തെ മഴ നമ്മളെ എന്താ പറയുക ഇത്തിരി പേടിപ്പിക്കുന്നുള്ള രീതിയിൽ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ തോന്നിയില്ല. കുറേ നേരം പുറത്തേക്കൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നെ എന്താ പറയുക മഴയുടെ ശക്തി കൂടി. അപ്പോഴാണ് ഞാൻ നമ്മുടെ വീഡിയോയിൽ പിടിച്ചത് കേട്ടാ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്ന് വേഗം എന്ത് ചെയ്തു, അതിൻ്റെ ഇടയിൽ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്കും നമുക്കുള്ള ഭക്ഷണം ഒരുമിച്ചാണ് നമ്മൾ വെക്കുക. അപ്പോൾ ഈ വട്ടം എന്ത് ചെയ്തു, വേഗം ഗ്യാസിൽ തന്നെ വെള്ളമൊക്കെ വെച്ച് അങ്ങനെ ചോറ് മാത്രമേ വെന്തിട്ടുള്ളൂ. പണികളൊക്കെ ഇഷ്ടം പോലെയൊക്കെ എടുക്കുകയാണ്. അടുക്കളയിലത്തെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് വേവിക്കണം, നമുക്കുള്ള വല്ലതും ഉണ്ടാക്കണം. പിന്നെ അത് മാത്രമല്ല ഇന്ന് നമ്മുടെ പണിസ്ഥലത്തെ ചേച്ചി ലീവാണ്. അപ്പോൾ അവർക്കൊരു ഭക്ഷണം അത് ഉണ്ടാക്കണം. അങ്ങനെ ശരിക്കും മൊത്തത്തിൽ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ടെൻഷൻ പിടിച്ച ദിവസം. പക്ഷെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തേ പറ്റൂ, ഒന്നും ചെയ്യാതിരിക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയും കൂടെ ആയിട്ട് ഇന്നത്തെ ഒരു ദിവസം കടന്നു പോകുന്നത്. നല്ല ശക്തിയിൽ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. വീടൊക്കെ ശരിക്കും ഞാൻ കാട്ടി തന്നല്ലോ. വീടിൻ്റെ നമ്മുടെ തറയുടെ ഒപ്പത്തിനായി വെള്ളം. നമുക്കത് എല്ലാ വർഷവും അങ്ങനെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ വർഷം ഞാൻ വിചാരിച്ചിട്ട് ഈ വെള്ളം അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച്. കാരണം മഴ പെയ്യാൻ കുറച്ച് കഴിയുമ്പോഴേക്കും നിൽക്കും, വെള്ളം പോയി കഴിയാറുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, നിന്നോണം പെയ്യാണ്. എന്താണെന്നൊന്നും അറിയില്ല. നമുക്ക് വീടിൻ്റെ ഒരു വട്ടം നമുക്ക് ശരിക്കും കയറിയിട്ടുണ്ട് വെള്ളം. പിന്നെ അങ്ങനെ ചുറ്റും, അതായത് വർക്കരിയിലൊക്കെ വെള്ളം കയറിയിട്ട് 2-3 ദിവസമൊക്കെ അടുപ്പിച്ച് സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ അത് കാരണമാണ് ഒരു പേടി. പിന്നെ പറഞ്ഞാൽ പാമ്പിൻ്റെ ശല്യം കൂടുതലുള്ള കാരണം അത് മൊത്തത്തിൽ ആകെ ഒരു ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനം ഇല്ലാത്തൊരു ദിവസമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചോറൊക്കെ ഒന്ന് ഊറ്റിയിട്ട് പണികളൊക്കെ വേഗം തുടങ്ങട്ടെ. ഇന്ന് രാവിലേക്ക് നമ്മുടെ ക്യാരറ്റും അതേപോലെ തന്നെ ഗോതമ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു തട്ടിക്കൂടിയുള്ളൊരു ഫുഡ് ശരിയാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒത്തിരി നേരമായി, ഒരു 11 മണി ആവാറായിട്ടുണ്ട്. രാവിലത്തെ ഒന്നും കഴിച്ചിട്ടില്ല ആരും. ക്യാരറ്റ് നമ്മൾ തൊലി കളഞ്ഞിട്ടേ പിന്നെ ഇങ്ങനെ ചെറുക്കി എടുക്കൂട്ടെ. ഇതിലേ നമ്മളിതാ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ശരിക്കും നമ്മുടെ ക്യാരറ്റ് ഉണ്ടല്ലോ അത്. ഇപ്പോൾ ക്യാരറ്റിൻ്റെ കൂടെ ഏത് പച്ചക്കറികളും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഇതേപോലെ കനം കുറച്ചിട്ട് നമുക്ക് അരിഞ്ഞിടാട്ടാ. പിന്നെ നമ്മളിതാ പച്ചമുളക്, പിന്നെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാട്ടോ. പൊടിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതേപോലെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് കലക്കിയെടുക്കാം. നമുക്ക് ദോശമാവൊക്കെ ഉണ്ടാക്കുമല്ലോ ആ ഒരു അതിനേക്കാളും ചെറുതായിട്ടൊരു കട്ടിയിലായോട്ടെ കേട്ടോ. തീരെ അളവ് പാടില്ല, എന്നാൽ അത്യാവശ്യം തട്ടി വേണം. അതേപോലെ വേണം നമ്മൾ ആക്കിയെടുക്കുക. കണ്ടോ, ഈ ഒരു അളവിൽ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് കുഴപ്പമില്ലെങ്കിൽ നമുക്കിതാ ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നെയ്യോട് താല്പര്യമില്ല, അല്ലെങ്കിൽ നെയ്യ് ഇപ്പം എല്ലാവർക്കും ഉപയോഗിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നെയ്യ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. നെയ്യ് ഉണ്ടെങ്കിൽ കുറച്ച് ടേസ്റ്റ് കൂടുന്നുള്ളൂ. നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിൽ ഇതാ നമ്മുടെ മാവ് ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, ഒന്നും ചെയ്യണ്ട. പാൻ വെച്ചിട്ട് ഇതാ ചൂടായിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതാ നമ്മുടെ മാവ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇതേപോലെ കട്ടിയിലാണ് നമ്മൾ ചെയ്യുക. എന്നിട്ട് ഇതാ പതുക്കെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. കുറച്ച് കട്ടിയിലായിരിക്കും കേട്ടോ നമുക്കിത് ചെയ്യാം. ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇതാ ഒരു കോഴിമുട്ട നമ്മളിതാ സെൻട്രലായിട്ട് ഒഴിച്ച് കൊടുക്കും കേട്ടോ. നമ്മൾ ഊത്തപ്പൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ. എന്നിട്ടൊന്നിതാ ഇങ്ങനൊന്നാക്കി കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെറുതായിട്ട് കുരുമുളക് പൊടി ഒന്ന് വെതറി കൊടുക്കാം കേട്ടോ. നിർബന്ധമില്ല, ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതൊക്കെ തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെ ചെറുതായിട്ടൊരു നുള്ള് ഉപ്പ്, നമ്മൾ ഈ മുട്ടയിലേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു നുള്ളു ഉപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളൊന്ന് മൂടി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ മൂടി ഒന്ന് തുറന്ന് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി മറിച്ചിടാൻ ഇഷ്ടമല്ല, ബുൾസൈ പോലെ കഴിച്ചാൽ പിന്നെ വെച്ചാൽ അങ്ങനെയും കഴിക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മൂടി വയ്ക്കാം. ഇനി നമുക്കുണ്ടല്ലോ മൂടിയൊക്കെ തുറന്ന് നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് ഞാൻ ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ. മഴ പെയ്തിട്ട് വെള്ളമൊക്കെ നിറഞ്ഞപ്പോഴേ ടാങ്ങ് നിറഞ്ഞു, മീൻ ടാങ്ങ് നിറഞ്ഞു. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചിട്ടായിരുന്നില്ല. അപ്പോൾ കാക്കകൾ ഇങ്ങനെ ഇരുന്ന് കൊത്തായിട്ടതേ കേട്ടോ. കാക്കകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കാക്ക ഇരുന്ന് താഴെ ഇരുന്ന് എന്തോ കൊത്തുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് നോക്കിയതാണ്. അപ്പോൾ എന്താണെങ്കിൽ ഇതാ നമ്മുടെ ടാങ്കിൽ നിന്ന് ചാടിയിട്ടുള്ള മീനാണ്. അതിനെയാണ് അവർ കൊത്തിരുന്നത്. കണ്ടോ, കാക്കകൾ മുകളിലിരിക്കുക. ഇതേ ഇങ്ങനെ കൊത്തി ഒരു ലെവലാക്കിയിട്ടുണ്ട്. കണ്ടോ, അയ്യോ, ടാങ്കിൽ വെള്ളം നിറഞ്ഞേ. അപ്പം അതിൽ നിന്നിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ളതാട്ടാ മീനെ. അപ്പോൾ ഷായിട്ട് എന്തായാലും വീണ്ടാക്കി തുറന്നിടാന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എൻ്റെ ആകെ നിറച്ച് വെള്ളമാണ്. വീട്ടിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക വെള്ളം ഇങ്ങനെ പെട്ടെന്ന് കയറി വരുന്നതേ. ഞാൻ മുന്നേ പറഞ്ഞല്ലോ. ഒപ്പം നമ്മുടെ കല്യാണി വേണ്ട ഷേട്ടെ. കല്യാണി എന്നീ പോവണ്ട, അവളാണ് എല്ലായിടത്തേക്കും മുന്നില്ലേ. വെള്ളം ഒന്നും അവൾക്കൊരു പ്രശ്നമല്ല. വെള്ളം തുറന്നിട്ടല്ലേ ഇങ്ങടെ പോണേ, ഇങ്ങടെ തന്നെ കയറില്ലേ ഷായിട്ടാ. അല്ല അല്ലേ, വലിയ കുഴപ്പമില്ലാണ്ട് പോകണ്ടല്ലേ. ഭാഗ്യം. ഞാൻ വിചാരിച്ചു നമ്മുടെ പൈപ്പിൻ്റെ മുകളിലേക്കും കൂടി വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ തുറന്നിടാനും പറ്റില്ലല്ലോ. കല്യാണി കുട്ടി ഇങ്ങോട്ട് വാ.
ചായയായിട്ട് പറമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ നോക്കി ഇവർക്ക് വെള്ളമൊന്നും ഒരു പ്രശ്നമില്ല കേട്ടാ. വെള്ളത്തിൽ കിടന്ന് നടക്കണ നോക്കിയേ മറന്നോണ. അയ്യോ ഒരു കുപ്പി കണ്ടപ്പോൾ വെള്ളത്തിൽ കുപ്പിക്ക് കിടന്ന് ആറിനണ്ടപ്പോൾ എന്തുണ്ടാവും വെച്ചിട്ട് അവൻ നോക്കണേ. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ നമ്മുടെ പോലെ തന്നെയാ. വെള്ളം ചെളിയൊന്നൊരു പ്രശ്നമില്ല എന്ന് കാണിക്കുന്നുണ്ട് അവര്. ഇവിടെ അയ്യാ കയറേ. എൻ്റെ ദോശ എന്തായാവോ, ഞാൻ നമ്മുടെ ജനലിനുള്ളിൽ കുറെ കുട്ടിപ്പട്ടാളങ്ങൾ നോക്കാൻ വേണ്ടി പോയ കാരണമാണ് കണ്ടത് കാക്ക എന്തോ കൊത്തണ പോലെ തോന്നിയതും നമ്മുടെ ഫിഷ് ടാങ്കിൽ നിന്നാണ് മീൻ ചാടിയെന്നൊക്കെ മനസ്സിലായത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടാ. ഞാൻ ദോശ കഴിഞ്ഞെന്ന് വിചാരിച്ചു. ഇപ്പം 2 ദോശ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ എനിക്ക് ഷായറ്റിനുള്ളത് ഇതൊക്കെ അപ്പാപ്പം ഉണ്ടാക്കി കഴിക്കേണ്ടതായിട്ടാ നല്ലത്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. മക്കൾ ഇവിടെ ഇല്ല, അവർ വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം. മഴ പെയ്ത് വെള്ളം കയറിയപ്പോൾ എല്ലാവരും പുറത്താ നിൽക്കണേ. ഞാൻ ഷായറ്റിനത് കഴിക്കട്ടെ. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാതെ വെച്ചു വിട്ടാ. കാരണം മക്കളൊക്കെയും വെള്ളം കയറി തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവർ ആ തോടിൻ്റെ അടുക്കൊക്കെ പോയിരിക്കുക. തോടൊക്കെ ഏതാണ്ട് ഇങ്ങനെ വെള്ളം കൂടി തുടങ്ങിയിട്ടുണ്ടേ. തോട്ടിൽ വെള്ളം നിറഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന് വെള്ളം ഇറങ്ങില്ല, ശരിക്കും വീട്ടിലേക്ക് തന്നെ കയറി. അതാണ് കുഴപ്പം. നമ്മളെ ഫുഡ് കണ്ട സൂപ്പർ സാധന. ഇങ്ങനത്തെ സമയങ്ങളിലൊക്കെ പെട്ടെന്ന് തട്ടി കൂട്ടാൻ പറ്റുന്ന ഒരു ഭക്ഷണം. ഇനി നമ്മുടെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും നമ്മുടെ പണിക്കുട്ടികൾക്ക് കറി വെച്ച് കൊടുക്കണമല്ലോ. അപ്പം അതാട്ടോ ഞാനപ്പോൾ കുമ്പളങ്ങ കൊണ്ടുള്ള ഒരു മോര് കറിയാണ് വെക്കാതെ വിചാരിച്ചു നോക്കണേ. കറിയൊക്കെ അടുപ്പത്ത് കയറ്റിയതിന് ശേഷം ഞാനുണ്ടല്ലോ നമ്മുടെ വെള്ളത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു കുറവ് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് ഇറങ്ങി. വെള്ളത്തിന് കുറവ് വന്നിട്ടൊന്നുമില്ല, വെള്ളം കൂടിയ പോലെയാണ് തോന്നുന്നത്. പക്ഷെ മഴയ്ക്ക് ഒരു ചെറിയ കുറവ് വന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ശരിക്കും നോക്കുമ്പോൾ നമ്മുടെ ഈ റോഡും അതേപോലെ തന്നെ തോടൊക്കെ ഏതാണ്ട് ഒപ്പത്തിന് കിടക്കുന്ന പോലെയാണ് എനിക്ക് ഇവിടുന്ന് കാണുമ്പോൾ തോന്നുന്നത്. ഞാൻ അവിടെ എത്തുമ്പോൾ ഞാൻ നോക്കട്ടെ. ഇല്ല കേട്ടോ, ഇവിടേക്ക് വേണ്ട. വെള്ളം നന്നായി കൂടിയിട്ടുണ്ട്. നമ്മുടെ ഞാൻ തുടക്കം പിടിച്ച ആ വീഡിയോ നോക്കുമ്പോൾ അറിയാം ഇവിടെ ഈ ചാലിന്ന് വെള്ളം ഇങ്ങനെ ചാടണതായിരുന്നു. ഇപ്പോൾ ചാടല്ല, ഒപ്പം സമമായിട്ട് വെള്ളം ഒഴുകിയിരിക്കുക കേട്ടോ. ഇപ്പോൾ തോടൊക്കെ ഇതേപോലെ ആയിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുറ്റത്തു നിന്ന് വെള്ളം പോവേ ഇല്ല, അങ്ങനെ നിൽക്കും. വീട്ടിലേക്ക് കയറി ചെയ്യുക വെള്ളം. ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം കേട്ടോ, നമ്മുടെ വഴി കണ്ട പുഴ പോലെ കിടക്കണം. അത് മാത്രമല്ല വീട്ടിലേക്ക് വെള്ളം കയറി വീടിൻ്റെ ചുറ്റും ഇതേപോലെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ്. ഇന്നുണ്ടല്ലോ ശരിക്കൊരു തിരക്ക് പിടിച്ച ദിവസം എന്ന് പറഞ്ഞല്ലോ, അതേപോലെ തന്നെ ആട്ടെന്ന്. കാരണം ഇടയിൽ നല്ല മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു ശ്രദ്ധ അങ്ങോട്ട് പോകും, അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ പണിക്കുട്ടികൾക്കാണെങ്കിൽ 1 മണിയാകുമ്പോഴേക്കും ഭക്ഷണം കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇതാ ലാസ്റ്റ് ഇതേ അവർക്ക് കൊടുക്കാറായി സമയമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേ കാച്ചും കൂടി വേണ്ട കേട്ടാ. അങ്ങനെ നമ്മുടെ കറി ഇതാ റെഡി ആയിട്ടാ. ഇനിയിപ്പോൾ ലേശായേട്ടൻ വിളിക്കണം അവിടെ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്. കറി കൊണ്ടുപോകുമ്പോൾ നമുക്ക് നോക്കി ഇതേപോലെ വെള്ളം നിൽക്കണ കാരണേ ഉള്ളൊരു ബുദ്ധിമുട്ട്. മഴയുടെ ശക്തി ഇത്തിരി കുറവായിട്ടുണ്ട്, തൂളി തൂളി നിൽക്കണുള്ളൂ. പക്ഷെ വെള്ളമൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടില്ല കേട്ടാ. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷം എന്നൊക്കെ പറയുന്നത് ഇതാണ്. നമ്മുടെ പേളിക്കുട്ടി അമ്പുറസൊക്കെ നോക്കി ഇവിടെ വെള്ളം കയറിയപ്പോഴേ അവരിത് പുറത്തേക്ക് പോയിട്ട് വരണം നോക്കിയേ. ഞങ്ങൾ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ട് പോകാമെന്ന് പറഞ്ഞ പോലെ 2 ആൾ ഓടിപ്പോയത്.
എന്നിട്ട് ഇപ്പം ഇങ്ങോട്ട് വരണം, ഇങ്ങോട്ട് വരാനായില്ല അവർ വെള്ളം നിൽക്കല്ലേ, അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത പോലെയാണ് അവർ നിൽക്കണേ. ഏതിലെ വരണ്ടേ നോക്കിയിട്ട്. അമ്പ്രൂസ് ഇപ്പുറത്തോടെ കയറടാ, ഈ സൈഡിൽ കൂടെ കയറി നോക്ക്. അപ്പോൾ അവരെങ്ങനെയും വരും രണ്ടുപേരും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷമൊക്കെ ഇതാണ്. മഴ ഇനി കൂടുതൽ പെയ്യല്ലേ എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം മഴ പെയ്താൽ എന്തായാലും വെള്ളം ഇപ്പം തന്നെ വീട്ടിലേക്ക് കയറി തുടങ്ങി, കൂടുതൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നമ്മുടെ കൺമണിക്കുട്ടി നല്ല മഴയായി കാരണം സ്കൂളിലേക്കൊന്നും പോയില്ല കേട്ടാ. അപ്പോൾ കൺമണിക്കുട്ടിയുടെ ഉച്ച കഴിയുമ്പോൾ ഇങ്ങോട്ട് വന്നോളൂ പണ്ടായിരുന്നു കുട്ടിച്ചേട്ടൻ. കാരണം കൺമണിക്കുട്ടിക്ക് ഇന്ന് എന്തോ ഒരു സ്പെഷ്യൽ ഫുഡ് കുട്ടിച്ചേട്ടൻ മേടിച്ചോടൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അല്ല കൺമണിക്കുട്ടിയെ അത് കഴിക്കാനോ പോണേ കൺമണി.